വേരുകൾക്ക് രക്തം കുടിക്കാൻ നൽകരുത്. ഗൂഗിൾ മാപ്പിൽ നിന്ന് പോലും മായ്ക്കപ്പെട്ട ഒരു സ്ഥലം, മലയൂർ ഗ്രാമം. 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു മണ്ണിടിച്ചിലിൻ്റെ മറവിൽ സർക്കാർ ലോകത്തിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ഒരു സ്ഥലം. അവിടുത്തെ നിഗൂഢതകൾ തേടി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള വിക്രമും സംഘവും ഇരുണ്ട കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഭരണകൂടത്തിൻ്റെ കള്ളക്കഥകൾ പൊളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അവർ അറിഞ്ഞില്ല, അവർ നടക്കുന്നത്, കാലെടുത്ത് വെക്കുന്നത് ഒരു ജീവനുള്ള രാക്ഷസത്തിൻ്റെ ഉദരത്തിലേക്കാണെന്നുള്ളത്. അവിടുത്തെ മരങ്ങൾക്ക് പോലും കണ്ണുകളുണ്ട്. മണ്ണിലെ വേരുകൾക്ക് ചോര കുടിക്കാനുള്ള ആർത്തിയുണ്ട്. പച്ചമാംസം കാർന്നു തിന്നുന്ന ഉടലില്ലാത്ത രൂപങ്ങൾ കാവൽ നിൽക്കുന്ന ഗ്രാമം. പ്രകൃതിയുടെ നിയമങ്ങൾ പോലും തോറ്റുപോകുന്ന ഭീകരമായ മറ്റൊരു ലോകം. ഓരോ താളിലും മരണത്തിൻ്റെ ഗന്ധമുള്ള ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് മാത്രം വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. പറഞ്ഞതുപോലെ പാരസൈറ്റ്, ലിജിൻ ജോൺ എഴുതിയിട്ടുള്ള ഇറാ ബുക്സ് പബ്ലിക്കേഷൻസിൽ വന്നിട്ടുള്ള മറ്റൊരു ത്രില്ലറാണ്. ആകാംക്ഷയുടെയും ഭയത്തിൻ്റെയും മുൾമുനയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കഥയാണിത്. ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ സ്റ്റോറിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സ്റ്റോറി മലയാള നോവലുകളിൽ വേറെ എവിടെയും വന്നിട്ടില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടതിൻ്റെ ലാഘവത്തോടെ മാത്രമേ നിങ്ങൾക്കിത് വായിച്ചു മുഴുമിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ട് മമ്മിപ്പടമൊക്കെ കണ്ടിട്ട് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയിലിരുന്നൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അതേ മൈൻഡ് സെറ്റിലാണ് ഈ ഒരു സ്റ്റോറിയും ഞാൻ വായിച്ച് ഫിനിഷ് ചെയ്തത്. 4 പേരിൽ ഒരാൾക്കെങ്കിലും ജീവനോടെ തിരിച്ചു വരാൻ കഴിയണമേ, അല്ലെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെടണേ എന്നുള്ളതായിരുന്നു വായിച്ച ഓരോ നിമിഷവും ഞാൻ ചിന്തിച്ചിരുന്നത്. സോ ത്രില്ലറുകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഹൊറർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഹൊറർ അല്ല സത്യത്തിൽ. ഭയമുണ്ടെങ്കിലും പ്രേതം ഒരൊറ്റ സീനിൽ പോലും വരുന്നില്ല. പ്രേതമല്ല ഇവിടെ നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഭൂതകാലം സിനിമയൊക്കെ കണ്ടിട്ട് ഒരു തുള്ളി ചോര വീഴാതെ ഒരു പ്രേതത്തെ പോലും കാണിക്കാതെ നമ്മളെ ഭയപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ അത്രയ്ക്ക് ആ ഒരു ഫീൽ തരാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണിത്. സോ എല്ലാവരും വാങ്ങുക, വായിക്കുക. ഹാപ്പി റീഡിങ്.